സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം. ഉച്ചമയക്കം കഴിഞ്ഞ് അതിൻ്റെ ആലസ്യത്തിൽ എഴുന്നേൽക്കാതെ കിടക്കുകയായിരുന്നു വിലാസിനി. അപ്പോഴാണ് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവർ കേട്ടത്. പോസ്റ്റ്മാൻ വന്നിട്ട് പോയല്ലോ. പിന്നെ ആരാണ്? വിലാസിനി എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചെന്ന് വെളിയിലേക്ക് നോക്കി. മഞ്ജരിയാണ് വന്നത്. അവൾ സ്കൂട്ടർ അകത്തേക്ക് ഓടിച്ചു കയറ്റുന്നു. 3 മണി കഴിഞ്ഞതേ ഉള്ളല്ലോ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലായിരുന്നോ? അതോ ലാസ്റ്റ് പീരീഡ് ഓഫായിരുന്നോ? മുമ്പൊരിക്കലും അവൾ ഇതുപോലെ നേരത്തെ വന്നിട്ടില്ല. ക്ലാസ് ഇല്ലെങ്കിൽ ലൈബ്രറിയിൽ ചെന്ന് എന്തെങ്കിലും വായിക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യും. വിലാസിന് വേഗം മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്നു. മഞ്ജരി അപ്പോഴേക്ക് പോർച്ചിൽ സ്കൂട്ടർ വച്ചിട്ട് സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. എന്താ മോളെ നേരത്തെ? ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല എനിക്ക്. അവൾ നേരെ സ്വന്തം മുറിയിലേക്ക് പോയി. വിലാസിനി പിന്നാലെ ചെന്നു. എന്തുപറ്റി മോളെ? സുഖമില്ലേ? ഒരു തലവേദന. സാരമില്ല വലിയമ്മേ, കുറച്ചുനേരം കണ്ണടച്ച് കിടന്നാൽ മാറും. വിലാസിനി അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പനിയുടെ ആരംഭമോ മറ്റോ ആണെന്നറിയില്ലല്ലോ. തൊണ്ടവേദനയോ മറ്റോ ഉണ്ടോ മോളെ? ഇല്ല വലിയമ്മേ, ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. തളർച്ചയോടെ മഞ്ജരി കട്ടിലിലേക്ക് കിടന്നു. അവളെ ഒന്ന് നോക്കിയിട്ട് വിലാസിനി അടുക്കളയിലേക്ക് പോയി. അവർ വേഗം ഒരു ഗ്ലാസ് ചായ നല്ല കടുപ്പത്തിലുണ്ടാക്കി. ഇത് കുടിക്കുമോളെ. ചായ കൊണ്ടുചെന്ന് അവർ മഞ്ജരിക്ക് കൊടുത്തു. അവൾ എഴുന്നേറ്റിരുന്ന് ചായ വാങ്ങി. എന്താ മോളെ, നിനക്കൊരു വിഷമം പോലെ? അവളുടെ മുഖം കണ്ട് വിലാസിനി ചോദിച്ചു. ഒന്നുമില്ല വലിയമ്മേ. അവൾ വിളറിയെ ചിരിച്ചിരിച്ചു. കോളേജിൽ വിശേഷമൊന്നുമില്ലേ? ഇല്ല. ജയമോഹനെ കാണാറുണ്ടോ എന്ന് ചോദിക്കണമെന്ന് തോന്നി വിലാസിനിക്ക്. പക്ഷേ ചോദിച്ചില്ല. മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തിനാണ് വെറുതെ കുത്തിപ്പൊക്കുന്നത്? മഞ്ജരി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലഭാസ്കറിന്റെ കാർ ഗേറ്റിന് വെളിയിൽ വന്ന് നിന്നത്. ആരോ വന്നെന്ന് തോന്നുന്നല്ലോ, വിലാസിനി പറഞ്ഞു. അച്ഛൻ വരാൻ സമയമായില്ലല്ലോ. വിലാസിനി ചെന്ന് വെളിയിലേക്ക് നോക്കി. കാറിൽ നിന്ന് ബാലഭാസ്കർ ഇറങ്ങുന്നത് അവർ കണ്ടു. ബാലുവാണ് മോളെ. വിലാസിനി പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് ഞെട്ടി. ബാലുവേട്ടൻ പലവട്ടം മൊബൈലിൽ വിളിച്ചു കാണും. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അതായിരിക്കും കാണാൻ വന്നത്. എന്തിനാണ് ബാലുവേട്ടൻ വന്നതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. വലിയമ്മേ, അവൾ ഭയത്തോടെ വിളിച്ചു. എന്താ മോളെ? ഞാൻ ഇവിടെ ഇല്ലെന്ന് ബാലുവേട്ടനോട് പറ. എനിക്ക് കാണണ്ട ബാലുവേട്ടനെ, അവൾ പറഞ്ഞു. എന്താ മോളെ നീ ഇങ്ങനെ? വിലാസിനിക്ക് മനസ്സിലായില്ല. എനിക്ക് സംസാരിക്കാൻ വയ്യ. കല്യാണത്തിന് നിർബന്ധിക്കാനാ ബാലുവേട്ടൻ വന്നിരിക്കുന്നത്. വിലാസിനി ആശ്ചര്യഭാവത്തിൽ അവളെ നോക്കി. എന്താ മോളെ നീ പറയുന്നേ? ബാലുവിനെ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. പൊയ്ക്കൊള്ളാൻ പറ ബാലുവേട്ടനോട്. ഞാൻ പറയില്ല. ബാലു വന്നത് മോളോട് സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കട്ടെ. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. മഞ്ജരി ഭീതിയോടെ വിലാസിനിയെ നോക്കി. ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാം. വിലാസിനി ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നു. ബാലഭാസ്കർ അപ്പോൾ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഗൗരവഭാവത്തിലായിരുന്നു അയാൾ. പ്രസന്നമായ മുഖത്തോടെയല്ലാതെ മുൻപൊരിക്കലും അയാളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ മോനെ അവിടെ നിന്ന് കളഞ്ഞത്? കേറി വാ, വിലാസിനി സന്തോഷപൂർവ്വം ക്ഷണിച്ചു. ഷൂസ് ഊരി വെച്ചിട്ട് അയാൾ പടികൾ കയറി വന്നു. എനിക്ക് മഞ്ജരിയെ ഒന്ന് കാണണം, അതിനാണ് വന്നത്. അതിനെന്താ, മോൻ കയറിയിരിക്കെ. അവൾ ഇന്ന് നേരത്തെ കോളേജിൽ നിന്ന് വന്നു. തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് കിടക്കുക. ഞാൻ വിളിക്കാം. അതിലും വലിയ ഹൃദയവേദന എനിക്ക് തന്നിട്ടാ വലിയമ്മേ അവൾ കോളേജിൽ നിന്ന് വന്നത്, ബാലഭാസ്കർ പറഞ്ഞു. അവൾ എന്തു ചെയ്തു മോനെ? ഉത്കണ്ഠയോടെ വിലാസിനി ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം. വലിയമ്മ മഞ്ജരിയെ ഒന്ന് വിളിക്ക്. ഓഫീസിൽ നല്ല തിരക്കുണ്ടായിട്ടും ഞാൻ ഓടി വന്നത്. വേണ്ട, അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ. മോനിരിക്കെ. വിലാസിനി വേഗം മഞ്ജരിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഭയത്തോടെ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ. ചെല്ല്, ബാലുവിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാ വലിയമ്മേ. കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് തീരെ വയ്യ, കിടക്കുവാണെന്ന് വലിയമ്മ ചെന്ന് പറ, അവൾ അപേക്ഷിച്ചു. നിന്നെ കാണാതെ അവൻ പോകത്തില്ല. രണ്ടും കൽപ്പിച്ചു വന്നതുപോലെയാ. നീ അവനോട് മുഷിഞ്ഞു വല്ലതും സംസാരിച്ചോ? സംശയത്തോടെ വിലാസിനി അവളെ നോക്കി. മഞ്ജരി ഒന്നും മിണ്ടിയില്ല. അവൾ മെല്ലെ എഴുന്നേറ്റ് സ്വീകരണ മുറിയിലേക്ക് ചെന്നു. അസ്വസ്ഥതയോടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാലഭാസ്കർ. അവളെ കണ്ട് അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. അവൾ മെല്ലെ മുഖം കണിച്ചു. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്നു മുന്നിൽ നിന്നു. എന്താണ് നമ്മുടെ കല്യാണത്തിന് സമ്മതമല്ലെന്ന് നീ പറഞ്ഞത്? അയാൾ ചോദിച്ചു.
അവൾ മുഖമുയർത്തി. ബാലുവേട്ട, അത് അത് അരുതാത്തത് ചിലതൊക്കെ സംഭവിച്ചു. ശരിയാണ്, അതെല്ലാം നീ എന്നോട് പറയുകയും ചെയ്തു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ മഞ്ജരി? പിന്നെ എന്തിൻ്റെ പേരിലാണ് നീ ഇപ്പോൾ? ബാലുവേട്ടൻ്റെ ഭാര്യയാകാൻ എനിക്ക് അർഹതയില്ല, അത് തന്നെയാണ് കാര്യം. അവൾ മെല്ലെ പറഞ്ഞു. അത് ഞാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ഭാര്യയാകാൻ നിനക്ക് സകല അർഹതയുമുണ്ട്. മുമ്പ് സംഭവിച്ചതൊന്നും ഞാൻ കാര്യമാക്കുന്നേയില്ല. അയാൾ പറഞ്ഞു. ഞാനൊരു ഭാര്യയായിട്ട് മാത്രമല്ലല്ലോ ബാലുവേട്ട ഒപ്പം ജീവിക്കാൻ വരുന്നത്, ഒരു മരുമകളായിട്ട് കൂടിയല്ലേ. ബാലുവേട്ടനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണെങ്കിലും ടീച്ചറമ്മയ്ക്കും ചന്ദ്രനങ്കളിനും ഒന്നും മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ബാലഭാസ്കർ അവളുടെ മുഖത്തേക്ക് പകച്ചു നോക്കി. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അവർ എന്നെ എപ്പോഴെങ്കിലും കുറ്റപ്പെടുത്തിയാൽ എനിക്കത് സഹിക്കാൻ പറ്റുകയില്ല. എന്നും ഞാൻ അവരുടെ കണ്ണിലെ കരടായിരിക്കും. അത് വേണ്ട ബാലുവേട്ട. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. എന്താണ്? തകർന്ന മനസ്സോടെ അയാൾ ചോദിച്ചു. മനസ്സുകൊണ്ട് മാത്രമേ നമ്മൾ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ശരീരം ഇപ്പോൾ കളങ്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണക്കാരൻ ജയമോഹൻ സാറാണ്. മഞ്ജരി ഒന്ന് നിർത്തി. ബാലഭാസ്കർ നിശബ്ദനായി നിന്നു. ഞാനിനി വേറൊരു പുരുഷൻ്റെയും ഭാര്യയാവുകയില്ല. അതിനെൻ്റെ മനസ്സ് അനുവദിക്കുകയില്ല. ഞാനിനി ആരുടെയെങ്കിലും ഭാര്യയാകുമെങ്കിൽ അത് ജയമോഹൻ സാറിൻ്റെ ഭാര്യ മാത്രമായിരിക്കും. മഞ്ജരി. ബാലഭാസ്കർ നടുങ്ങി. അതേ ബാലുവേട്ട, ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്. ഞാൻ ഈ കാര്യം ജയമോഹൻ സാറിനോട് ആവശ്യപ്പെടും. സാർ തയ്യാറാണെങ്കിൽ ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കും. അല്ലെങ്കിൽ അവിവാഹിതയായി ജീവിതകാലം മുഴുവൻ ഞാൻ കഴിയും. ഹൃദയം പറിച്ചെടുക്കപ്പെട്ട വേദനയോടെ അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. എന്നേക്കാൾ എന്തുകൊണ്ട് യോജിച്ച ഒരു പെണ്ണിനെ ബാലുവേട്ടന് നിഷ്പ്രയാസം കിട്ടും. ടീച്ചറമ്മയ്ക്കും ചന്ദ്രനങ്കളിനും അതായിരിക്കും ഇഷ്ടം. നമ്മൾ തമ്മിൽ ഇനി കാണുകയില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ഒരേ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. പക്ഷേ പഴയ കണ്ണുകൾ കൊണ്ട് ഇനി ഒരിക്കലും ബാലുവേട്ടൻ എന്നെ കാണരുത്. മഞ്ജരി നിറകണ്ണുകളോടെ ബാലഭാസ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം ഇന്നുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു ബാലുവേട്ട. ഇനി പൊയ്ക്കോളൂ. മഞ്ജരി മെല്ലെ തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. എല്ലാം കേട്ടുകൊണ്ട് പിന്നിലെ മുറിയിൽ വിലാസിനി ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. മഞ്ജരി അവളുടെ മുറിയിലേക്ക് ഓടി. വിലാസിനി സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ബാലഭാസ്കർ അവിടെ ഉണ്ടായിരുന്നില്ല. വെളിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അയാൾ കാറിൽ കയറി പോകുന്നു. വിലാസിനി ഉടൻ തന്നെ മഞ്ജരിയുടെ അടുത്തേക്ക് ചെന്നു. ജനാല കമ്പികളിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ. ഹൃദയം പൊട്ടി വിലാസിനി വിളിച്ചു. മഞ്ജരി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വലിയമ്മേ. അവൾ ഓടി വന്ന് വിലാസിനിയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോളെ നീ. പരസ്പരം ആലിംഗനബദ്ധരായി നിന്ന് അവർ പൊട്ടിക്കരഞ്ഞു. സമയം രാത്രി 8:30 മണി. സുഭദ്ര ടീച്ചർ അന്ന് TV ഓൺ ചെയ്തതേയില്ല. പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ കാണാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല. ചിന്താമഗ്നയായി അവർ ഒറ്റയ്ക്ക് സോഫയിലിരുന്നു. പുറത്തുപോയ ചന്ദ്രശേഖരപിള്ള ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ബാലഭാസ്കറിൻ്റെ ഒരു ശബ്ദവും കേൾക്കാനില്ല. അവൻ ഓഫീസിൽ നിന്ന് വന്ന് ചായ പോലും കുടിക്കാതെ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് കളഞ്ഞു. പലതവണ കതകിൽ മുട്ടി വിളിച്ചപ്പോഴാണ് അവൻ വാതിൽ തുറന്നത്. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന്. കുത്തി കുത്തി ചോദിച്ചപ്പോഴാണ് അവൻ എല്ലാം പറഞ്ഞത്. ശരിയായ തീരുമാനമാണ് മഞ്ജരിയുടേത്. എനിക്കിപ്പോൾ അവളോട് വെറുപ്പല്ല, ബഹുമാനമാണ് തോന്നുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരപിള്ള പറഞ്ഞു. ആദ്യം അവളോട് തോന്നിയ വെറുപ്പ് ഇപ്പോൾ സുഭദ്ര ടീച്ചറിൻ്റെ മനസ്സിൽ അനുകമ്പയായി തീർന്നു. അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ. രാജലക്ഷ്മിയും രാധാകൃഷ്ണനും എല്ലാം മറച്ചു വെച്ചതിലായിരുന്നു അവരോട് പക. സുഭദ്ര ടീച്ചർ ഒന്ന് നെടുവീർപ്പിട്ടു. അവർ എഴുന്നേറ്റ് ബാലഭാസ്കറിൻ്റെ മുറിയിലേക്ക് ചെന്നു. വാതിൽ അടച്ചിരുന്നില്ല. മോനെ. ഡോർ കർട്ടൻ വകഞ്ഞു മാറ്റി അകത്തേക്ക് കയറി. ബാലഭാസ്കർ കിടക്കുകയായിരുന്നു. തലയുയർത്തി അയാൾ അമ്മയെ ഒന്ന് നോക്കി. സുഭദ്ര ടീച്ചർ കിടക്കയിൽ അയാളുടെ അടുത്തിരുന്നു. അവർ കൈയെടുത്ത് അയാളുടെ മുടികളിലൂടെ വിരലുകൾ കൊണ്ടൊഴിഞ്ഞു. അയാൾ കണ്ണുകൾ അടച്ചു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും മോനെ നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങൾ, ഹൃദയം കീറി മുറിക്കുന്ന അനുഭവങ്ങൾ. ഒടുവിൽ സുഭദ്ര ടീച്ചർ പറഞ്ഞു. പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അവൾ നിരപരാധിയാണ്. എന്നിട്ട് പോലും അതാണ് എന്നെ കൊല്ലാതെ കൊല്ലുന്നത്. എല്ലാ വേദനകൾക്കും ഒരു ശമനമുണ്ടാകും. കാലത്തിനെ അത് സാധിക്കൂ.
അന്ന് രാത്രിയിൽ ബാലഭാസ്കറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ മഞ്ജരിയെ തന്നെ ഓർത്തു കിടന്നു. അവർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അവളുടെ മനോഹരമായ ചിരി, കണ്ണുകളിലെ നാണം. അവൾക്കും അന്ന് ഉറങ്ങാൻ കഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോയെങ്കിലും അയാൾക്ക് ഒരു കാര്യത്തിനും വേണ്ട വിധത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്ക് ഒരുതരം മന്ദത. ഒപ്പിടുമ്പോൾ പോലും വിരലുകൾക്കൊരു വിറയൽ. ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്ത് അയാൾ വീട്ടിലേക്ക് പോയി. എന്തു പറ്റി മോനെ? വാതിൽ തുറന്നു കൊടുത്ത രുക്മിണി ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി. മഞ്ജരിയുമായുള്ള വിവാഹാലോചന അലസിപ്പോയ കാര്യം രുക്മിണിയും അറിഞ്ഞിരുന്നു. അത് കാരണം അവൾ കൂടുതലൊന്നും ചോദിച്ചില്ല. വേഷം പോലും മാറാൻ ശ്രമിക്കാതെ അയാൾ കിടക്കയിലേക്ക് വീണു. എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല. തലേ രാത്രിയിൽ ഉറങ്ങാത്തത് കാരണം അയാൾ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. ബാലുവേട്ട, ആരോ വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് അയാൾ ഉണർന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുറിയിൽ ദീപ്തി നിൽക്കുന്നു. വിശ്വസിക്കാനാവാതെ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. നീ നീ ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങി, ബാലുവേട്ടനെ കാണാൻ വേണ്ടി. ഓഫീസിൽ ചെന്നപ്പോഴാ ലീവാണെന്നറിഞ്ഞത്. പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. ബാലഭാസ്കർ ഒന്നും മിണ്ടിയില്ല. മഞ്ജരി എല്ലാം എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ബാലുവേട്ടനെയും മഞ്ജരിയെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടമായി. അതിലേറെ സങ്കടമായി ബാലുവേട്ടൻ്റെ കാര്യം ഓർത്ത്. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? മടുപ്പോടെ അയാൾ ചോദിച്ചു. ബാലുവേട്ടൻ്റെ നിരാശ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെ വേദന ഒരിക്കൽ ഞാനും അറിഞ്ഞതാണല്ലോ. അയാളുടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു പുസ്തകം എടുത്ത് അവൾ വെറുതെ മറിച്ചു നോക്കി. വിധി എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന എനിക്ക് മനസ്സിലാവാതെ ഞാൻ ബാലുവേട്ടനെ ജീവനു തുല്യം സ്നേഹിച്ചു. പക്ഷെ ബാലുവേട്ടനെ എനിക്ക് കിട്ടിയില്ല. ബാലുവേട്ടൻ പ്രാണന് തുല്യം മഞ്ജരിയെ സ്നേഹിച്ചു. പക്ഷേ ബാലുവേട്ടൻ അവളെ കിട്ടിയില്ല. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ദയവ് ചെയ്ത് നീ ഒന്ന് പോ ദീപ്തി, അയാൾ അപേക്ഷ പോലെ പറഞ്ഞു. ഞാൻ പോയേക്കാം ബാലുവേട്ട, ശല്യപ്പെടുത്താൻ വന്നതല്ല. ഒക്കെ അറിഞ്ഞപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നി. ബാലുവേട്ടനെ ഇപ്പോഴും ഞാൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത് കൊണ്ടാണ്. ക്ഷമിക്കണം, ഞാൻ പോയേക്കാം. പുസ്തകം മേശപ്പുറത്ത് തിരികെ വെച്ചിട്ട് അവൾ മുറിയിൽ നിന്നിറങ്ങി. പുറത്ത് സുഭദ്ര ടീച്ചർ നിൽക്കുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞതെല്ലാം ടീച്ചറമ്മ കേട്ടുവെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. വിഷാദം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് സുഭദ്ര ടീച്ചറെ ഒന്ന് നോക്കിയിട്ട് അവൾ പോകാനാഞ്ഞു. നില്ലുമോളെ, അവർ പറഞ്ഞു. ദീപ്തി പെട്ടെന്ന് നിന്നു. നീ പറഞ്ഞതെല്ലാം സത്യമാണോ? അവർ ചോദിച്ചു. അതേ ടീച്ചറമ്മേ, എന്നോട് പൊറുക്കണേ. സുഭദ്ര ടീച്ചർ അവളുടെ ചുമലിൽ കൈവച്ചു. ഇപ്പോഴും നിനക്കവനെ ഇഷ്ടമാണോ? അതേ എന്ന അർത്ഥത്തിൽ അവൾ മെല്ലെ തലകുലുക്കി. മോൾ പൊയ്ക്കോ, അവർ അനുവാദം കൊടുത്തു. ദീപ്തി പോയി. സുഭദ്ര ടീച്ചർ ബാലഭാസ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു. തല കുമ്പിട്ടിരിക്കുകയായിരുന്നു അയാൾ. മോനെ, അയാൾ മുഖമുയർത്തി നോക്കി. ദീപ്തി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശരിയാണോ അതെല്ലാം? അയാൾ മറുപടി പറഞ്ഞില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയാമായിരുന്നോ? ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇനിയൊന്നും ആലോചിക്കാനില്ല ബാലു. നമുക്ക് ദീപ്തി മതി. വേറെ ഏതെങ്കിലും പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ മഞ്ജരിയുമായി നിനക്കുണ്ടായിരുന്ന ബന്ധം അവൾ അറിയാൻ ഇടവന്നാൽ അതോടെ നിങ്ങളുടെ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല, സുഭദ്ര ടീച്ചർ പറഞ്ഞു. അമ്മേ, വിശ്വാസം വരാതെ ബാലഭാസ്കർ വിളിച്ചു. ദീപ്തിയാകുമ്പോൾ ആ പേടി വേണ്ട. എല്ലാം അവൾക്കറിയാമല്ലോ. എന്നിട്ടും അവൾക്കിപ്പോഴും നിന്നോട് ഇഷ്ടമാണ്. അവൾ തന്നെ മതി മോനെ നിനക്ക്. അമ്മയുടെ ഉറച്ച വാക്കുകൾ കേട്ട് ശബ്ദിക്കാനാവാതെ ബാലഭാസ്കർ ഇരുന്നു. ബാലു, വാത്സല്യത്തോടെ സുഭദ്ര ടീച്ചർ വിളിച്ചു. എന്താണമ്മേ? നിസ്സഹായതയോടെ ബാലഭാസ്കർ സുഭദ്ര ടീച്ചറിനെ നോക്കി. ഇപ്പോഴാണ് മോനെ എല്ലാം കലങ്ങി തെളിഞ്ഞത്. മഞ്ജരിയെ എന്തായാലും നിനക്കിനി വേണ്ട. ഇനി നിനക്ക് പറ്റിയ വേറൊരു പെൺകുട്ടിയെ എങ്ങനെ കണ്ടുപിടിക്കും എന്നായിരുന്നു എൻ്റെ വേവലാതി. ഇപ്പോൾ അതും മാറിയിരിക്കുന്നു. അമ്മ ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? അയാൾ ചോദിച്ചു. ഇനി ആലോചിക്കാനൊന്നുമില്ല മോനെ. ദീപ്തിക്ക് എന്താണൊരു കുറവ്? മഞ്ജരിയെപ്പോലെ തന്നെയല്ലേ അവളും? ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, പഠിക്കാൻ മിടുക്കിയാണ്. അവളുടെ അച്ഛനും അമ്മയും സംസ്കാരമുള്ളവരാണ്, ഉദ്യോഗസ്ഥരും. ദീപ്തി എല്ലാം കൊണ്ടും നിനക്ക് യോജിച്ച പെൺകുട്ടിയാണ്. അമ്മ പറയുന്നതൊക്കെ ശരിയാണ്. ഒരു കാര്യം ഒഴിച്ച്. ദീപ്തിയെ അല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്, മഞ്ജരിയെയാണ്. എനിക്കവളെ അങ്ങനങ്ങ് മറന്നു കളയാൻ പറ്റില്ലമ്മേ, ബാലഭാസ്കർ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം മോനെ. ജീവിതത്തിൽ നമുക്ക് പലതും മറക്കേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും.
ഒന്നും ശാശ്വതമല്ല. ജീവിതത്തിൽ പല ഒത്തുതീർപ്പുകൾക്കും നമ്മൾ തയ്യാറായേ പറ്റൂ. ശരി, ഞാൻ മഞ്ജരിയെ ഉപേക്ഷിച്ചേക്കാം. പക്ഷേ ദീപ്തിയെ സ്വീകരിക്കണമെന്ന് മാത്രം അമ്മ പറയരുത്, അയാൾ അപേക്ഷിച്ചു. നിനക്ക് ദീപ്തിയോട് വെറുപ്പൊന്നുമില്ലല്ലോ? സുഭദ്ര ടീച്ചർ ചോദിച്ചു. ഇല്ല, പണ്ട് മുതലേ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞിട്ടില്ലേ? മഞ്ജരിയുടെ കാര്യം അറിഞ്ഞിട്ട് പോലും അവൾക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന് കുറവ് വന്നിട്ടില്ല. അതാണ് മോനെ യഥാർത്ഥ സ്നേഹം. ബാലഭാസ്കർ ഒന്നും പറഞ്ഞില്ല. തന്നെയുമല്ല, മഞ്ജരി നിന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുമല്ല. പിന്നെ നീ എന്തിനാ അവളെ ആശിക്കുന്നേ? എനിക്കും വേണ്ട മേം കല്യാണം. ഞാനിങ്ങനെ അങ്ങ് ജീവിച്ചോളാം. എത്ര നാൾ? അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അല്ലേ? ഞങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. നീ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ടു വേണം ഞങ്ങൾക്ക് മരിക്കാൻ. മകൻ എന്ന നിലയിൽ നിന്റെ കടമകൾ നിറവേറ്റിയേ തീരൂ ബാലു. പക്ഷേ അമ്മേ, ഞാൻ അച്ഛനോട് ഇക്കാര്യം സംസാരിക്കാൻ പോവുകയാണ്. അച്ഛനും അനുകൂലമാണെങ്കിൽ. ബാലഭാസ്കർ അമ്മയൊന്ന് നോക്കി. ന്യായം അമ്മയുടെ ഭാഗത്താണെന്ന് അയാൾക്കറിയാം. മഞ്ജരിയുടെ മനസ്സ് മാറിയെങ്കിലോ എന്ന് പ്രതീക്ഷിച്ച് കുറേ കാലം കൂടി വേണമെങ്കിൽ കാത്തിരിക്കാം. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ അന്ന് ചന്ദ്രശേഖരപിള്ള വീട്ടിലെത്തി. അത് പതിവില്ലാത്തതാണ്. പുറത്തു പോയാൽ തിരിച്ചെത്താൻ 8:30 9 പലപ്പോഴും ക്ഷീണിതനായിട്ടാണ് അയാൾ മടങ്ങിയെത്തിയത്. എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചം? സുഭദ്ര ടീച്ചറിന്റെ പ്രസന്ന ഭാവം കണ്ട് അയാൾ ചോദിച്ചു. കുളി കഴിഞ്ഞ് ടീച്ചർ മുടി വിതർത്തിയിട്ടിരുന്നു. നെറ്റിയിൽ പൂജാമുറിയിൽ വെച്ച് തൊട്ട ഭസ്മക്കുറിയും ഉണ്ടായിരുന്നു. മനുഷ്യർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഈശ്വരൻ വഴി കാട്ടിത്തരില്ലേ? ഇന്ന് അങ്ങനെയൊരു കാര്യം നടന്നു, ടീച്ചർ പറഞ്ഞു. അതെന്താണ് സംഭവം? ചന്ദ്രശേഖരപിള്ള സിറ്റിയിലേക്കിരുന്നു. ബാലുവിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ വിഷമിച്ചില്ലേ? ആ തടസ്സം മാറിക്കിട്ടി. എന്താ, അവൾ കല്യാണത്തിന് സമ്മതിച്ചോ? അയാൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവളല്ല സമ്മതിച്ചത്, നമ്മുടെ ദീപ്തിയാണ്. ദീപ്തിയോ? അതെ ചന്ദ്രേട്ടാ. ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ബാലുവിൻ്റെ മുറിയിൽ ഒരു സംസാരം കേട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ദീപ്തിയാണ്. അവൾ എന്തിനാണ് വന്നത്? അവനെ കാണാൻ. അല്ലാതെ പിന്നെന്തിനാ? അവരുടെ സംസാരം മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് കേട്ടു. പിന്നീട് സംഭവിച്ചതെല്ലാം സുഭദ്ര ടീച്ചർ വള്ളിപുള്ളി തെറ്റാതെ ചന്ദ്രശേഖര പിള്ളയെ പറഞ്ഞു കേൾപ്പിച്ചു. ആ കുട്ടി അങ്ങനെയൊരു ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നോ? അത് കൊള്ളാമല്ലോ. അയാൾ അത്ഭുതപ്പെട്ടു. ഒക്കെ ഒരു നിമിത്തമാ ചന്ദ്രേട്ട. അല്ലെങ്കിൽ ആ നേരത്ത് ഞാൻ വീട്ടിൽ വരാനും അവരുടെ സംസാരം കേൾക്കാനും ഇടവരുമോ? ദൈവം ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സംഭാഷണം എനിക്ക് കേൾപ്പിച്ചു തരുമോ? ദീപ്തി നല്ല കുട്ടിയാണ്, തൃപ്തിയോടെ ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. പക്ഷേ ബാലുവിന് അതങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല ചന്ദ്രേട്ട. അതങ്ങനെയല്ലേ വരൂ. ഇത്രയും നാൾ അവളെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം പെട്ടെന്നങ്ങ് പിഴുതെറിയാൻ പറ്റുമോ? അതിന് സമയമെടുക്കും. 6 മാസത്തെ സമയമുണ്ടല്ലോ, അതുപോരെ? മതി. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം നമുക്ക് വിജയശേഖരനോട് ഒന്ന് സംസാരിക്കണം. ഒരു ധാരണയിലെത്തിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ബുദ്ധി, ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. പക്ഷേ ബാലു മഞ്ജരിയുമായി അടുപ്പത്തിലായിരുന്ന കാര്യം വിജയകുമാരിക്കറിയാം. കല്യാണം ഏതാണ്ട് തീരുമാനിച്ച കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഒരാലോചനയുമായി ചെന്നാൽ അവർ താല്പര്യം കാണിച്ചില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടെനിക്ക്. സുഭദ്ര ടീച്ചർ ആശങ്കപ്പെട്ടു. മോളുടെ ഇഷ്ടത്തിന് അച്ഛനും അമ്മയും എതിന് നിൽക്കുമോ സുഭദ്രേ? നമുക്കൊന്ന് പോയി സംസാരിച്ചു നോക്കാം. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. സുഭദ്ര ടീച്ചർ തല കുലുക്കി. രണ്ടുപേരും ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അത്താഴം കഴിഞ്ഞ് വിലാസിനി അടുക്കളയിൽ പ്ലേറ്റുകൾ കഴുകി വെക്കുകയായിരുന്നു. വലിയമ്മേ, മഞ്ജരിയുടെ വിളി കേട്ട് അവർ സിങ്കിൻ്റെ മുന്നിൽ വന്ന് തിരിഞ്ഞു നോക്കി. എന്താ മോളെ? കുറച്ച് കട്ടൻ ചായ വേണമായിരുന്നു. ഉറക്കിളയ്ക്കാനാണോ ഉദ്ദേശം? അവർ ചോദിച്ചു. കുറേ റെക്കോർഡ്സ് വരയ്ക്കാനുണ്ട്. നാളെ കൂടിയേ ക്ലാസ് ഉള്ളൂ. നാളെ എല്ലാം സൈൻ ചെയ്ത് മേടിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി പിന്നെയും ഒരു ദിവസം പോകേണ്ടി വരും. രാത്രിയിൽ 10 മണിക്കപ്പുറം ഉറക്കമൊഴിക്കരുതെന്നാണ് വിലാസിനിയുടെ നിർദ്ദേശം. വെളുപ്പിന് 5 മണിക്ക് ഉണരണം. രാവിലെ പഠിക്കുന്നത് പെട്ടെന്ന് തലയിൽ കയറും. മോളി ചെല്ല്, ചായ കൊണ്ടുവരാം. മഞ്ജരി അവളുടെ മുറിയിലേക്ക് മടങ്ങി. അച്ഛനും അമ്മയും സിറ്റൗട്ടിലിരുന്ന് എന്തോ ഗൗരവത്തോടെ സംസാരിക്കുന്നത് അവൾ കണ്ടു. അത് വേറൊന്നുമല്ല, തന്നെക്കുറിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ചെന്ന് കസേരയിലിരുന്നു.
ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ വരച്ചേ പറ്റൂ. പകലാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ ഏറ്റവും എളുപ്പം. 7-8 ഷീറ്റുകൾ ബാക്കിയുണ്ട്. അതെങ്ങനെയെങ്കിലും തീർക്കാം. പക്ഷേ ഒപ്പിടുവിക്കാൻ കൊണ്ടുപോകേണ്ടത് ജയമോഹൻ സാറിൻ്റെ അടുത്തേക്കാണ്. അതാണ് വിഷമിപ്പിക്കുന്നത്. തനിച്ചു പോകാൻ ധൈര്യമില്ല. അവൾ റെക്കോർഡ് ഷീറ്റുകൾ ഓരോന്നായി പുസ്തകത്തിലെ ചിത്രം നോക്കി വരയ്ക്കാൻ ആരംഭിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഫ്ലാസ്ക് നിറയെ കട്ടൻ ചായയുമായി വിലാസിനി വന്നു. കയ്യിൽ ഒരു ഗ്ലാസും ഉണ്ടായിരുന്നു. ഒത്തിരി വരയ്ക്കാനുണ്ടോ മോളെ? ഫ്ലാസ്ക് മേശപ്പുറത്ത് വെച്ചിട്ട് അവർ ചോദിച്ചു. അധികമില്ല. നാളെ ക്ലാസ് തീരുമല്ലയോ? അത്രയും ആശ്വാസം. പിന്നെ പരീക്ഷ എഴുതാൻ പോയാൽ മതിയോ? മതി. വിലാസിനി അവളുടെ മുഖത്തേക്ക് നോക്കി. ടേബിൾ ലാമ്പിൻ്റെ ഷെയ്ഡ് കാരണം അവളുടെ മുഖത്ത് വെളിച്ചം വീണിരുന്നില്ല. എങ്കിലും അവളുടെ വിഷാദഭാവം അവർ കണ്ടു. പഠിക്കുന്ന കാര്യം മാത്രം മോളിനി ഓർത്താൽ മതി. വേറൊന്നും മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. പ്രീവിയസ് പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് മോളല്ലേ? ഇത്തവണയും അങ്ങനെ തന്നെ വേണം. വലിയമ്മ പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. വിലാസിനി പോയി. രാത്രി 1 മണിവരെ മഞ്ജരി ഇരുന്ന് വരച്ചു. ഒടുവിലത്തെ ഷീറ്റും തീർന്ന ശേഷമാണ് അവൾക്ക് സമാധാനം കിട്ടിയത്. പക്ഷേ ലൈറ്റ് അണച്ച് കിടന്നിട്ടും അവൾക്ക് പെട്ടെന്നൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബാലഭാസ്കറിനെ കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. പാവം ബാലുവേട്ടൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഇപ്പോൾ. സാരമില്ല, അച്ഛനെയും അമ്മയെയും നിരാശപ്പെടുത്താൻ പാടില്ല ഒരു മക്കളും. രാവിലെ വിലാസിനി വന്ന് നോക്കിയപ്പോൾ മഞ്ജരി നല്ല ഉറക്കമായിരുന്നു. അവർക്ക് അവളെ വിളിച്ചുണർത്താൻ മനസ്സ് വന്നില്ല. പക്ഷേ രാവിലെ പതിവ് സമയത്ത് തന്നെ അവൾ കോളേജിലെത്തി. ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ ജയമോഹൻ സാറിനെ റെക്കോർഡ് ഷീറ്റ് കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അവൾ അന്വേഷിച്ചത്. അവരോടൊപ്പം സാറിനെ കാണാൻ പോകാമല്ലോ, തനിച്ച് വയ്യ. പക്ഷേ ആരും വരച്ചു തീർന്നിരുന്നില്ല. അപ്പോഴാണ് ദീപ്തി വന്നത്. എന്താടി? അവളുടെ വിഷണ്ണമായ മുഖം കണ്ട് ദീപ്തി തിരക്കി. മഞ്ജരി കാര്യം പറഞ്ഞു. അതിനെന്താ, ഞാനും വരാം. അത് കേട്ടപ്പോൾ മഞ്ജരിക്ക് ആശ്വാസമായി. ദീപ്തി അവളോടൊപ്പം ജയമോഹൻ്റെ മുറിയിലേക്ക് ചെന്നു. അയാൾ മുഖമുയർത്തി രണ്ടുപേരെയും ഒന്ന് നോക്കി. അയാൾ ചോദ്യഭാവത്തിൽ ഒന്ന് മൂളി. റെക്കോർഡ് ഷീറ്റ് കാണിക്കാനാണ് സർ, മഞ്ജരി പറഞ്ഞു. തരൂ. കൊണ്ടുവന്ന ഷീറ്റുകൾ അയാൾ ഓരോന്നായി പരിശോധിച്ച് ഇനീഷ്യൽ ചെയ്തു. കൊള്ളാം, നന്നായിരിക്കുന്നു, അഭിനന്ദനപൂർവ്വം അയാൾ പറഞ്ഞു. മഞ്ജരി മിണ്ടിയില്ല. ദീപ്തി ഒന്ന് പുഞ്ചിരിച്ചു. താൻ കംപ്ലീറ്റ് ചെയ്തോ റെക്കോർഡ്? അയാൾ ദീപ്തിയോട് ചോദിച്ചു. ഇല്ല സർ, കുറച്ച് ബാക്കിയുണ്ട്, പരുങ്ങലോടെ അവൾ പറഞ്ഞു. നാളെ മുതൽ സ്റ്റഡി ലീവ് തുടങ്ങിയല്ലേ? ആ സമയത്ത് വരച്ചുകൊണ്ടിരുന്നാൽ തനിക്ക് പഠിക്കാൻ എവിടെയാ സമയം? ദീപ്തി മിണ്ടിയില്ല. 300ഓളം ഷീറ്റ്സ് ഉണ്ട്. അതെല്ലാം പ്രാക്ടിക്കൽ എക്സാമിന് മുൻപ് ബൈൻഡ് ചെയ്യിച്ച് കൊണ്ടുവന്നാലേ ഞാൻ സർട്ടിഫൈ ചെയ്ത് ഒപ്പിട്ട് തരൂ. ദീപ്തി മെല്ലെ തലകുലുക്കി. റെക്കോർഡ് സർട്ടിഫൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. തനിക്ക് പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് താൻ MSc പാസ്സാവാൻ പോകുന്നില്ലെന്നർത്ഥം. മനസ്സിലായി സാർ. നിങ്ങളൊക്കെ മഞ്ജരിയെ കണ്ട് പഠിക്കണം. കൃത്യനിഷ്ഠയുണ്ട്, ആത്മാർത്ഥതയും. അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല കോളേജിലേക്ക് വരേണ്ടത്, സ്വയം നന്നാവാൻ കൂടിയാണ്. ശരി സാർ, പൊയ്ക്കോ. ആദ്യം മഞ്ജരിയാണ് മുറിയിൽ നിന്നിറങ്ങിയത്. ദീപ്തി പിന്തിരിഞ്ഞ് ജയമോഹനെ ഒന്ന് നോക്കി. അയാളൊന്ന് പുഞ്ചിരിച്ചു. അവളും ചിരിച്ചു. സാറിന് നിന്നെക്കുറിച്ച് വലിയ മതിപ്പാണല്ലോ, ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ദീപ്തി പറഞ്ഞു. മഞ്ജരി ഒന്നും മിണ്ടിയില്ല. സാറിന് നിന്നോട് പ്രേമമാണെന്ന് തോന്നുന്നു. ദീപ്തി അസഹ്യതയോടെ മഞ്ജരി അവളെ നോക്കി. കുറ്റബോധമുണ്ടാകുമ്പോഴും ചില പുരുഷന്മാർക്ക് സ്നേഹവും ഇഷ്ടവും ആരാധനയും ഒക്കെ തോന്നും. അതാണ് പിന്നെ പ്രേമമായി തീരുന്നത്. ദീപ്തി ഒന്നും മിണ്ടാതിരിക്കാമോ? മഞ്ജരിക്ക് ദേഷ്യം വന്നു. അവൾ പുഞ്ചിരിച്ചു. ദീപ്തി കോളേജ് വിട്ട് വീട്ടിൽ വന്നപ്പോൾ കാർത്തിയായനിയമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മേ, നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്താ ഉള്ളത്? ബാഗ് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ട് അവൾ ചോദിച്ചു. മോൾക്ക് തരാൻ അമ്മൂമ്മ കുമ്പളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. വഴനയിലയിൽ വേവിച്ചെടുക്കുന്ന കുമ്പളപ്പം അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഇന്നെന്താ സ്പെഷ്യലായിട്ട് കുമ്പളപ്പം ഉണ്ടാക്കിയോ? അവൾ ചോദിച്ചു. അതിന് കാരണമുണ്ട് മോളെ. ഒരു പ്ലേറ്റിൽ 4-5 അപ്പം എടുത്തുകൊണ്ടുവന്ന് കാർത്തിയായനിയമ്മ അവൾക്ക് കൊടുത്തു. എന്ത് കാരണം? ഒരപ്പം എടുത്ത് വഴനയില ഇളക്കി മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. മോളുടെ കല്യാണം തീരുമാനിച്ചെന്ന്. ദീപ്തി പൊട്ടിച്ചിരിച്ചു. ഇത്ര പെട്ടെന്നോ? പെട്ടെന്നാണോ?
നിനക്കിപ്പം വയസ്സ് 21 കഴിഞ്ഞ് 22 തുടങ്ങിയില്ലേ മോളെ? ചായ ഉണ്ടാക്കാൻ കാർത്തിയായനി അമ്മ സ്റ്റൗവിൽ വെള്ളം വെച്ചു. അതല്ല അമ്മൂമ്മേ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക് കല്യാണം, അവൾ ചിണുങ്ങി. അത് കണ്ട് കാർത്തിയായനി അമ്മ പൊട്ടിച്ചിരിച്ചു. അമ്മൂമ്മ കണ്ടത് സ്വപ്നമല്ലയോ? കല്യാണം കഴിക്കുന്നത് മോളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതി. ചായ കുടിച്ച് സിറ്റൗട്ടിൽ വന്നിരുന്ന് ദീപ്തി പത്രം മറിച്ച് നോക്കുമ്പോഴാണ് ടെലിഫോൺ ബെല്ലടിച്ചത്. അവൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ദീപ്തി മോളാണോ? ഒരു സ്ത്രീ സ്വരം ചോദിച്ചു. അതെ, ഞാൻ ടീച്ചറമ്മയെ മോളെ. എന്താ ടീച്ചറമ്മേ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. അമ്മ വന്നോ? ഇല്ല, 5 മണി കഴിയും. അച്ഛനോ? 6 മണിയാകും. രണ്ടുപേരും വന്നു കഴിയുമ്പം ഒന്ന് വിളിക്കണേ എന്നെ, സുഭദ്ര ടീച്ചർ പറഞ്ഞു. വിളിക്കാം, ശരി മോളെ. റിസീവർ വെച്ചിട്ട് അവൾ അല്പനേരം നിശ്ചലമായിരുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. ഇത്ര സ്നേഹത്തോടെ ടീച്ചറമ്മ ഇതുവരെ സംസാരിച്ചിട്ടില്ല. വിജയകുമാരി വരാൻ അവൾ അക്ഷമയോടെ കാത്തിരുന്നു. ഒന്ന് വേഗം വരാൻ അമ്മയോട് പറഞ്ഞാലോ എന്നവൾ ആലോചിച്ചു. വേണ്ട, വിളിച്ചു പറഞ്ഞാലും അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാതെ അമ്മയ്ക്ക് ബാങ്കിൽ നിന്നിറങ്ങാൻ പറ്റില്ല. 5:30 കഴിഞ്ഞു വിജയകുമാരി വന്നപ്പോൾ. അമ്മേ, കുറച്ചു മുമ്പ് ടീച്ചറമ്മ വിളിച്ചായിരുന്നു. അവർ വന്ന് കയറിയപ്പോൾ തന്നെ ദീപ്തി അറിയിച്ചു. എന്തു പറഞ്ഞു സുഭദ്ര? അച്ഛനും അമ്മയും വന്നു കഴിയുമ്പോൾ ഒന്ന് വിളിച്ചു പറയണേന്ന് പറഞ്ഞു. എന്തിനായിരിക്കും? അത്ഭുതമായി വിജയകുമാരിക്ക്. നമ്മുടെ മോളെ കല്യാണം ആലോചിക്കാനായിരിക്കും കുമാരി, കാർത്തിയായനി അമ്മ പറഞ്ഞു. അമ്മയുടെ നാവ് പൊന്നായിരിക്കട്ടെ, സന്തോഷത്തോടെ വിജയകുമാരി പറഞ്ഞു. ഉടൻ തന്നെ അവർ വിജയശേഖരന് ഫോൺ ചെയ്തു. ഒന്ന് വേഗം വരണേ. എന്താ കാര്യം? വന്നിട്ട് പറയാം. എത്രയും പെട്ടെന്ന് വാ. 10 മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് വിജയശേഖർ വന്നു. എന്നാൽ ടീച്ചറമ്മയെ വിളിക്കുമോളെ, കാര്യം അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു. ഫോണെടുത്ത് ദീപ്തി അപ്പോൾ തന്നെ സുഭദ്ര ടീച്ചറിനെ വിളിച്ചു. അച്ഛനും അമ്മയും വീട്ടിലുണ്ട് ടീച്ചറമ്മേ. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് മോളെ. ഒരു കാര്യം സംസാരിക്കാനാണ്. ശരി ടീച്ചറമ്മേ. അവൾ റിസീവർ വെച്ചു. വിജയശേഖറും വിജയകുമാരിയും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരിപ്പം വരും. എന്തോ സംസാരിക്കാനുണ്ടെന്ന് അവൾ പറഞ്ഞു. കല്യാണാലോചനയാ, ഒരു സംശയവും വേണ്ട, വിജയകുമാരി പറഞ്ഞു. എന്തായാലും അവർ വരട്ടെ. എടുത്തു ചാടി ഒന്നും സമ്മതിച്ചേക്കരുത്. നമ്മൾ കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്കണം, വിജയകുമാരി ഉപദേശിച്ചു. അതൊക്കെ എനിക്കറിയാം, വിജയശേഖർ പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖര പിള്ളയും സുഭദ്ര ടീച്ചറും കാറിലെത്തി. വിജയശേഖറും വിജയകുമാരിയും ചെന്ന് അവരെ സ്വീകരിച്ചു. എന്താ രണ്ടാളും ഈ സമയത്ത്? വിജയശേഖർ ചോദിച്ചു. രാവിലെ വന്നാൽ എല്ലാവരും ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരിക്കുമല്ലോ. സ്വസ്ഥമായിട്ട് സംസാരിക്കണമെങ്കിൽ ഈ നേരമല്ലയോ നല്ലത്? അതുകൊണ്ടാ, ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. 4 പേരും സ്വീകരണ മുറിയിലിരുന്നു. പിന്നിലെ മുറിയിൽ കാർത്തിയായനി അമ്മയും ദീപ്തിയും ചെവി വട്ടം പിടിച്ചിരുന്നു. അല്പനേരം ചന്ദ്രശേഖര പിള്ളയും വിജയശേഖറും നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെയാണ് കാര്യത്തിലേക്ക് കടന്നത്. വിജയ, ഞങ്ങളിപ്പോൾ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഞങ്ങളുടെ മൂത്ത മോൾ ഗായത്രി ജനുവരി 1 അമേരിക്കയിൽ നിന്ന് വരും. ആ സമയത്ത് ബാലുവിൻ്റെ വിവാഹം നടത്തണമെന്നാണ് ആഗ്രഹം, ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. അതാ നല്ലത്. മോൾ വന്നിട്ട് പോയാൽ പിന്നെ ഉടനെ എങ്ങും വരണമെന്നില്ലല്ലോ, വിജയശേഖർ പറഞ്ഞു. രാധാകൃഷ്ണന്റെ മകൾ മഞ്ജരിയെ ഞങ്ങൾ അവന് വേണ്ടി ഒന്ന് ആലോചിച്ചതാ. പക്ഷെ അത് നടക്കത്തില്ല. ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് സാറേ. ദീപ്തി വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. നല്ല കുട്ടിയായിരുന്നു മഞ്ജരി. പക്ഷേ, വിജയകുമാരി ദുഃഖം പ്രകടിപ്പിച്ചു. നമ്മൾ ഇനി അതേക്കുറിച്ച് പറയണ്ടാലോ. ദീപ്തിയെ ബാലുവിന് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ ഞങ്ങളിപ്പോൾ വന്നത്, ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. വിജയശേഖറും വിജയകുമാരിയും പരസ്പരം ഒന്ന് നോക്കി. ദീപ്തിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് സാറേ. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുകുമാരൻ വഴിയാ. പയ്യൻ IAS ആണ്. കൊട്ടാരക്കരക്കാരനാ. പേര് കേട്ട കുടുംബം. അവനിപ്പോൾ സബ് കളക്ടറാ, വിജയശേഖർ പറഞ്ഞു. ചന്ദ്രശേഖര പിള്ളയുടെയും സുഭദ്ര ടീച്ചറിൻ്റെയും മുഖം മങ്ങി. അവളുടെ പരീക്ഷയ്ക്ക് ഇനി 1 മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആലോചിക്കാമെന്നാ ഞാൻ സുകുമാരനോട് പറഞ്ഞിരിക്കുന്നത്. ഇനി മാറ്റി പറയേണ്ടി വരും. അത് സാരമില്ല. മോളുടെ ഇഷ്ടമാ വിജയ പ്രധാനം. ദീപ്തിയെ ഒന്ന് വിളിച്ചേ. അവളോട് ചോദിക്ക് ബാലുവിന് ഇഷ്ടമാണോ എന്ന്. അവനെ മോൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ആലോചിക്കാം, സുഭദ്ര ടീച്ചർ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ടീച്ചറെ. ഞങ്ങൾ പറയുന്നതിലപ്പുറം അവൾക്ക് വേറൊരു ഇഷ്ടമില്ല. എന്നാലും ഒന്ന് ചോദിച്ചേക്കാം.
കുട്ടികളുടെ മനസ്സും അറിയണമല്ലോ നമ്മൾ. വിജയകുമാരി എഴുന്നേറ്റ് ചെന്ന് ദീപ്തിയെ വിളിച്ചുകൊണ്ടുവന്നു. അവൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിഷ്കളങ്കമായ മുഖത്തോടെ ചന്ദ്രശേഖര പിള്ളയെയും സുഭദ്ര ടീച്ചറിനെയും നോക്കി. മോളോടൊരു കാര്യം ചോദിക്കാനാ വിളിപ്പിച്ചേ. ബാലുവിന് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മോൾക്ക് അതിഷ്ടമാണോ എന്ന് അറിയണം. എന്താ അഭിപ്രായം? ദീപ്തി ലജ്ജയോടെ മുഖം കുനിച്ചു നിന്നു. എന്താണെങ്കിലും പറ. മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ആരും നിർബന്ധിക്കത്തില്ല. ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. എനിക്കിഷ്ടമാണ്, അവൾ പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കാൻ ലജ്ജ അനുവദിക്കാതെ അവൾ അകത്തേക്ക് ഓടി. ചന്ദ്രശേഖര പിള്ളയും സുഭദ്ര ടീച്ചറും ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഞങ്ങൾക്കും സമ്മതമാ ചേട്ടാ. കുഞ്ഞുനാൾ തൊട്ട് അറിയുന്നതല്ലേ ബാലുവിനെ. നിങ്ങൾക്കും അറിയാമല്ലോ ഞങ്ങളുടെ ദീപ്തിയെ. നമുക്കിതങ്ങ് നടത്താം, വിജയശേഖർ പറഞ്ഞു. അപ്പോഴേക്ക് കാർത്തിയായനിയമ്മ എല്ലാവർക്കും ചായ കൊണ്ടുവന്നു. സ്വപ്നം ഫലിക്കുമെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ദീപ്തി മോളുടെ കല്യാണം തീരുമാനിച്ചെന്ന് ഇന്ന് ഉച്ചയുറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടായിരുന്നു സുഭദ്രേ, കാർത്തിയായനിയമ്മ പറഞ്ഞു. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഇനി ഞങ്ങൾക്ക് ഒരഭിപ്രായമുണ്ട്, ഒടുവിൽ വിജയശേഖരൻ പറഞ്ഞു. എന്താണ്? ചന്ദ്രശേഖര പിള്ള പറഞ്ഞു. അവൾക്ക് വേറെയും കല്യാണാലോചനകൾ വരുന്നുണ്ട് ചേട്ടാ. അവരോടൊക്കെ എനിക്ക് മറുപടി പറയേണ്ടി വരും. അവളുടെ കല്യാണം തീരുമാനിച്ചെന്ന്. പക്ഷേ അവർ വിശ്വസിക്കത്തില്ല. വേറെ പ്രഷറും ശുപാർശയും കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഒരു മോതിരം മാറ്റം നടത്തിയാലോ? ഞങ്ങൾക്കും അത് സന്തോഷമേ ഉള്ളൂ വിജയ. നമുക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് എടുക്കാം. ചന്ദ്രശേഖര പിള്ള സമ്മതിച്ചു. അടുത്ത ആഴ്ചയോ പിന്നത്തെ ആഴ്ചയോ ആയാലും വിരോധമില്ല. അങ്ങനാട്ടെ. ഭാരം കുറഞ്ഞ മനസ്സുമായിട്ടാണ് ചന്ദ്രശേഖര പിള്ളയും സുഭദ്ര ടീച്ചറും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത്. അടുത്ത ഭാഗം നാളെ.